ിലൂടെ ജീവിത വിജയം നേടിക്കൊടുത്ത വ്യക്തിയാണ് നമ്മുടെ ടി.കെ. കരീം സർ. അതായത് നമ്മുടെ ഹാപ്പി പാർക്കിന്റെ ചീഫ് മെന്റർ. എല്ലാ ദിവസവും സൗജന്യമായിട്ട് ഹാപ്പി പാർക്കിന്റെ മെഡിറ്റേഷൻ ക്ലബിലൂടെ ഒരുപാട് ആളുകൾക്ക് ശാരീരികവും മാനസികവുമായ ആനന്ദം ലഭിച്ചിട്ടുണ്ട്. അതിനു പുറമെ EFT, ഇന്നർ ഹീലിംഗ്, ഇന്നർ ചൈൽഡ് ഹീലിംഗ്, വെൽത്ത് മാസ്റ്ററി, മൈൻഡ്ഫുൾനെസ് തുടങ്ങിയ 40ഓളം കോഴ്സുകളിലൂടെ ഓരോ വ്യക്തിയുടെയും ആവശ്യാനുസരണം കണ്ടെത്തി അവർക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നു. ഹാപ്പി പാർക്കിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ? മനുഷ്യ ജീവിതത്തിലെ സങ്കീർണതകളെ ലഘൂകരിച്ചുകൊണ്ട് അവരിൽ ഒരാളായി നിന്ന് സന്തോഷവും സമാധാനവുപരമായ ജീവിതം നയിക്കാനായി പ്രചോദനവും ആത്മവിശ്വാസവും നൽകുന്ന വ്യക്തിത്വത്തിന് ഉടമയാണ് നമ്മുടെ കരീം സർ. അന്താരാഷ്ട്ര തലത്തിൽ വ്യത്യസ്ത വിഷയങ്ങളിൽ പ്രോഗ്രാമുകൾക്കും സെമിനാറുകൾക്കും നേതൃത്വം നൽകുന്ന വ്യക്തി കൂടിയാണ് നമ്മുടെ കരീം സർ. ഏറ്റവും മികച്ച മോട്ടിവേഷണൽ സ്പീക്കർ, കൂടാതെ മോട്ടിവേഷണൽ ട്രെയിനിങ്, ലൈഫ് ചേഞ്ചിങ് സെക്ഷനുകൾ, കൂടാതെ ജീവിത വിജയത്തിന് വേണ്ട ഫോർമുലകളും ഇദ്ദേഹത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. റേഡിയോ, TV, യൂട്യൂബ് ചാനലുകൾ തുടങ്ങിയ ദൃശ്യമാധ്യമങ്ങളിലൂടെ തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ലോകമെമ്പാടും പഠിതാക്കളെ നേടിയെടുത്ത അന്താരാഷ്ട്ര മൈൻഡ് സെറ്റ് കോച്ചും ബിസിനസ് കൺസൾട്ടന്റുമാണ് നമ്മുടെ കരീം സർ. ഇന്നത്തെ പ്രോഗ്രാമിന്റെ പേര് നമുക്കറിയാം അല്ലെ? ലക്ഷ്യബോധം. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ആവശ്യമായ ഒന്നാണ് ലക്ഷ്യം. പലർക്കും ഇല്ലാതാവുന്നതും അതാണല്ലേ? അപ്പോ കുട്ടികൾക്കും നമ്മുടെ രക്ഷിതാക്കൾക്കും വേണ്ടി ഇന്നിവിടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട, ഏറെ എന്താ പറയാ, ഏറ്റവും ആദരണീയനായ വ്യക്തിയാണ് കരീം സർ. അപ്പൊ അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ, അതിലേറെ ബഹുമാനത്തോടെ കരീം സാറിനെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. ഓക്കെ വളരെ 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 സന്തോഷം ശ്രീന. താങ്ക് യു ഫോർ യുവർ ഗ്രേറ്റ് ആൻഡ് സ്വീറ്റ് വേർഡ്സ്. കുറച്ച് ആളുകൾ കേൾക്കുന്നില്ല എന്ന് പറയുന്നു. വോയിസ് ക്ലിയർ അല്ലേ മൈ ഡിയർ ഫ്രണ്ട്സ്? സൗണ്ട് എല്ലാം ഓക്കെയാണ്. ഒരുപക്ഷെ ക്ലിയർ ആവാത്തത് അവരുടെ നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും. ഒന്ന് ചെക്ക് ചെയ്യുക. ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാവരും കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ഒന്ന് ടൈപ്പ് ചെയ്തേ. ക്യാൻ യു ഹിയർ മൈ ഡിയർ ഫ്രണ്ട്സ്? കേൾക്കാമോ? ഒന്ന് ടൈപ്പ് ചെയ്തേ. കേൾക്കാമോ? യെസ് ഓർ നോ? പ്ലീസ് ടൈപ്പ്. ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ എല്ലാവരും കേൾക്കാമെന്ന് പറയുന്നു. ശരി, റൈറ്റ്. സന്തോഷം. ഓക്കെ, ഒത്തിരി ആളുകൾ നമ്മുടെ പ്രോഗ്രാമിലോട്ട് ഇനിയും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, വളരെ സന്തോഷം. നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ടോപ്പിക്കിന്റെ പേര്, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഹാപ്പി പാർക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശ്രീന ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഏകദേശം ഒരു 10 പതിറ്റാണ്ടോളമായി കേരളക്കരയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തമായ ഒരു സംഘമാണ് ഹാപ്പി പാർക്ക്. ഒത്തിരി കാര്യങ്ങൾ, പ്രത്യേകിച്ച് സമൂഹത്തിന് ഗുണകരമാവുന്ന ഒത്തിരി കാര്യങ്ങൾ ഹാപ്പി പാർക്കിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ അതിലെ ഭാഗവാക്കാവും. പക്ഷേ ചില ആളുകൾ ആദ്യമായിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ചില ആളുകൾ ഉണ്ടാവാം. അവർ ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യോ. ആദ്യമായി എന്നെ കാണുന്ന, അല്ലെങ്കിൽ ആദ്യമായി യെസ് ടൈപ്പ് ചെയ്താൽ മതി. ആദ്യമായി എന്നെ കാണുന്ന, ആദ്യമായി എൻ്റെ ശബ്ദം കേൾക്കുന്ന, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ആദ്യമായി അറിയുന്ന ആളുകൾ ഒന്ന് ടൈപ്പ് ചെയ്തേ. ശരിയാ, ഒരുപാട് ആളുകളുണ്ട്, ഒത്തിരി ആളുകൾ. എനിക്ക് തോന്നുന്നു മുക്കാൽ ആളുകളും എന്നെ അറിയാത്തവരാണെന്നാണ് തോന്നുന്നത്. ശരി, വളരെ വളരെ സന്തോഷം. പുതിയ ഒത്തിരി ആളുകൾ, എനിക്ക് തോന്നുന്നു അധികം ആളുകളും പുതിയ ആളുകളാണ് തോന്നുന്നു. ശരി, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി പാർക്കിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന്റെ ലക്ഷ്യം, ഓക്കെ സന്തോഷം. ഫസ്റ്റ് എന്ന് പറയും, ഒത്തിരി ആൾക്കാർ അടിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, എങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലക്ഷ്യബോധത്തിലോട്ട് എത്തിക്കാം. അതേപോലെ തന്നെ രക്ഷിതാക്കൾക്കും ഈ ഒരു സെഷൻ പങ്കെടുക്കുവാൻ സാധ്യമാണ്. എങ്ങനെയാണ് മക്കളെ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ ഒരു ഗോള് സെറ്റ് ചെയ്യുവാൻ പ്രാപ്തമാക്കുക എന്നതാണ് ഇന്നത്തെ സെഷന്റെ താല്പര്യം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് തുടങ്ങാം. എല്ലാം ഓഡിബിൾ ആണ് വിചാരിക്കുന്നു. ഇന്നത്തെ സെഷൻ ഞാനൊരു അരമണിക്കൂർ, കാരണം കുട്ടികളായതുകൊണ്ട് ഒരുപക്ഷെ ഒത്തിരി സമയം എടുക്കാൻ പറ്റില്ല. അരമണിക്കൂർ, ഒരു 40 മിനിറ്റിനുള്ളിൽ ഞാൻ വൈൻഡപ്പ് ചെയ്യും. 2 ദിവസങ്ങളായിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം ഞാൻ സെറ്റ് ചെയ്തത് ഇന്ന്
എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യുന്നതിന്റെ ഒരു മനോഭാവം ഒരു വ്യക്തിയിൽ വളർത്തിയെടുക്കുവാനുള്ള ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഇന്ന്. ഐ റിപ്പീറ്റ്, ഒരു വ്യക്തി എന്തിന് ഗോൾ സെറ്റ് ചെയ്യണം, എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യണം, ഗോൾ സെറ്റ് ചെയ്യുവാനുള്ള ഒരു മനോഭാവം ഒരു വ്യക്തിയിൽ വളർത്തിയെടുക്കുവാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. നാളെ ആവട്ടെ ഓരോ ഗോളുകളും ഏത് രൂപത്തിലെല്ലാമാണ് സെറ്റ് ചെയ്യേണ്ടത് എന്ന രൂപത്തിലാണ് നാളെയും സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹാപ്പി പാർക്കിനെ സംബന്ധിച്ചിടത്തോളം 10-40ഓളം കോഴ്സുകൾ ഉണ്ട്. ഒത്തിരി ആൾക്കാർ ഇതിൽ തന്നെ എൻ്റെ കോഴ്സുകൾ ചെയ്ത് ഒരുപാട് ആളുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്സ് പോലുള്ള അതിശക്തമായിട്ടുള്ള വർഷങ്ങളോളമുള്ള ഒത്തിരി ഇഷ്യൂസുകൾ മാറി ഒരുപാട് ആളുകൾ ഉണ്ടാവും. പക്ഷെ ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട്, സൗണ്ട് ഇല്ല എന്ന് ചില ആളുകൾ പറയുന്നു. സൗണ്ട് ഇല്ലാതിരിക്കുവാൻ യാതൊരു കാരണവുമില്ല. സൗണ്ട് എല്ലാവരും കേൾക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സൗണ്ട് ഇല്ലെങ്കിൽ ഒന്ന് അറിയിക്കണം, ഒന്ന് മൈക്ക് ഓൺ ആക്കി വെക്കാം. ജസ്റ്റ് ഒരു മിനിറ്റ് കൊണ്ട് സൗണ്ട് ഉണ്ടോ ഇല്ലേ ഒന്ന് പറഞ്ഞേ, എന്നാൽ പിന്നെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. കുഴപ്പമില്ലല്ലോ, ക്ലിയർ ആണ് സർ. അത് അവരവരുടെ പ്രശ്നമായിരിക്കും, അവര് ഓൺ ആക്കായിട്ടാണ്. ആണ് അത് അവരുടെ ഇഷ്യൂ ആണ്, ഒരു സംശയമില്ല, അവരുടെ ഇഷ്യൂ ആണ്. ഓക്കെ, ഒന്ന് ടൈപ്പ് ചെയ്താൽ ലെഫ്റ്റ് സൈഡിൽ വരുന്ന മൈക്ക് ഓൺ ആക്കിയിട്ട് അതിന്റെ മുകളിൽ വരുന്ന വൈഫൈ എന്നുള്ളത് അത് ഓൺ ആക്കിയാലേ വരുള്ളൂ, ശബ്ദം വരുള്ളൂ. അതൊന്ന് ടെക്നിക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. സൗണ്ട് വരും, എന്തായാലും സൗണ്ട് എല്ലാവരും കിട്ടും. അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ്, എന്തിനാണ് അല്ലെങ്കിൽ എന്താണ് ഗോൾ സെറ്റിംഗുമായി ബന്ധപ്പെട്ട് ആദ്യമായി എനിക്ക് പറയുവാനുള്ളത്? ഈ ഗോൾ സെറ്റിംഗ് ആണ് വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഓരോരോ ലക്ഷ്യങ്ങളും നേടിയെടുക്കുവാൻ എന്നെ സഹായിച്ചത് ഗോൾ സെറ്റിംഗ്. ഒരു വീടുണ്ടാക്കാൻ, ഒരു വാഹനം വാങ്ങാൻ, ഇന്ന കോഴ്സുകൾ ചെയ്യാൻ, ഇന്ന യാത്രകൾ ചെയ്യാൻ എന്ന് വേണ്ട ലൈഫിലെ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഒരു നേട്ടം എനിക്കുണ്ടായത് ഈ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്ന അതിശക്തമായിട്ടുള്ള ഈ ടൂൾ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു, അതുപോലെ തന്നെ കോളേജ് തലത്തിലും അതുപോലെ തന്നെ ഉന്നതമായ പഠനത്തിനൊക്കെ പോകുന്ന ആളുകൾക്ക് ഇതിന്റെ രസക്കൂട്ട് പകർന്നു നൽകുവാൻ ഹാപ്പി പാർക്ക് ഇപ്പോൾ സന്നദ്ധമായിരിക്കുകയാണ്. സോ എന്തിനാണ് ഈ ഗോൾ സെറ്റ്, അല്ലെങ്കിൽ എന്തിനാണ് ഈ ഗോൾ? ഇതുമായി ബന്ധപ്പെട്ട് ആമുഖമായി തന്നെ ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കറിയാം ഈ ഫോട്ടോയിൽ കാണുന്ന 2 ആൾക്കാർ, ഒന്ന് ബാരൻ ബഫറ്റ് ആണ്. ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളാണ് ബാരൻ ബഫറ്റ്. രണ്ടാമത്തത് ബിൽ ഗേറ്റ്സ് ആണ്. ഇവർ രണ്ടുപേരും ഇരിക്കുന്ന ഒരു സദസ്സിൽ, രണ്ടുപേരും ഒരു സൽക്കാര പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഒരു പത്രപ്രവർത്തകൻ അവിടെ കയറി വന്നുകൊണ്ട് ചോദിച്ചു, സർ, നിങ്ങളുടെ 2 ആളുകളുടെയും ജീവിത വിജയത്തെക്കുറിച്ച് ഒരൊറ്റ സെന്റൻസിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തു പറയുമെന്ന് ചോദിച്ചു. അപ്പൊ ഇവര് ഏകസ്വരത്തിൽ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം ഒന്നുമല്ല, ഒരു ഗോൾ സെറ്റ് ചെയ്യും, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നിരന്തരമായി ജോലി ചെയ്യും, അത് അച്ചീവ് ചെയ്ത് വീണ്ടും ഗോൾ സെറ്റ് ചെയ്യും, ഇങ്ങനെ ലൈഫിൽ വെച്ചടി ഉയർന്നു വരാൻ ഞങ്ങൾ. ജീവിത വിജയത്തിന് ഇതല്ലാതെ മറ്റൊരു കാര്യം ഞങ്ങൾക്ക് പറയൂ. ഗോൾസ് ഫോർ അതിലോട്ട് ഫോക്കസ് ചെയ്യുന്നു, പ്രവർത്തനം അങ്ങോട്ടേക്ക് മാറ്റുന്നു, അങ്ങനെ വെച്ചടി കയറി ഓരോന്നും ലൈഫിൽ കീഴടക്കി മുന്നോട്ട് പോയി. ഇതാണ് ജീവിതത്തിന്റെ വിജയം എന്ന് ഇവർ രണ്ടുപേരും ഉച്ചത്തിൽ പറഞ്ഞു. ഒരേ കാര്യം പറഞ്ഞു. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയിൽ ആരും ടൈപ്പ് ചെയ്യാണ്ടിരിക്കുക. ടൈപ്പ് ചെയ്യുന്ന ആളുകൾ എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ സെഷന് ശേഷം ചോദിക്കുക. ഓക്കെ, അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സെഷന് ശേഷം ചോദിക്കുകയാണെങ്കിൽ നന്നാവും.
SLC കഴിഞ്ഞ സ്റ്റുഡൻസ് ഉണ്ടാവും. SLC കുട്ടികളുണ്ടാവും, എല്ലാ കുട്ടികളും ഉണ്ടാവും. ഓക്കെ, ശരി. ഒന്ന് എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞത്, ഗോൾ സെറ്റിംഗ് ആണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ വിജയം. ഗോൾ സെറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പണിയെടുക്കുക, ഇതാ ഞങ്ങളുടെ വിജയം. അതേപോലെ തന്നെ 19 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സ്റ്റോറിയാണ്. അതായത് ജിം റോൺ എന്ന് പറയുന്ന ഒരു മോട്ടിവേഷണൽ ട്രെയിനർ. അദ്ദേഹം ജീവിതത്തിൽ പരാജയത്തിൽ നിന്നും പരാജയത്തിലോട്ട് പോയി, തകർച്ചയിൽ നിന്നും തകർച്ചയിലോട്ട് പോയി, അതിശക്തമായ പ്രശ്നത്തിൽ ആടി ഉലയുന്ന സമയത്ത് ഒരു ഗുരുവിനെ അന്വേഷിച്ചു പോയി. അങ്ങനെ അദ്ദേഹത്തിന് കേട്ടു, അദ്ദേഹം ഒരു ഗുരുവിനെ കുറിച്ച് കേട്ടു. അങ്ങനെ ആ ഗുരുവിന്റെ അടുത്തോട്ട് പോയ സമയത്ത് ആ ഗുരുവിനോട് അദ്ദേഹം ചോദിച്ചു, എൻ്റെ ലൈഫിൽ ആകെ പ്രശ്നമാണ്, എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ ഗുരു പറഞ്ഞു, നിന്റെ ലൈഫിൽ എന്ത് വിജയം നേടണമെങ്കിലും ഒരൊറ്റ ഫോർമുലയുള്ളൂ. നീ നിന്റെ ജീവിതത്തിൽ സെറ്റ് ചെയ്ത നിന്റെ ഗോളിന്റെ ചാർട്ട് എനിക്കൊന്ന് കാണിച്ചു താന്ന് പറഞ്ഞു. ഏതൊക്കെ ഗോളുകളാണ് ലൈഫിൽ സെറ്റ് ചെയ്ത് എന്ന് കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗോൾ ചാർട്ടോ? എന്ത് ഗോൾ ചാർട്ട്? അങ്ങനെയൊന്നും എൻ്റെ കയ്യിൽ ഒരു സാധനമില്ല. എൻ്റെ കയ്യിൽ ഗോളോ ഒന്നൊന്നുമില്ല. എനിക്ക് ഒരുപാട് സംഭവം നേടണമെന്ന് പറഞ്ഞു. വേറെ ഗോൾ ചാർട്ടോ ഒന്നുമില്ല, കൃത്യമായ ഒരു സെറ്റിങ്സ് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോ ഇദ്ദേഹത്തിന്റെ ഗുരു അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ സത്യസന്ധമായി പ്രവചിക്കുന്നു, താങ്കളുടെ കൈവശം ഇപ്പോൾ ഒരു $500 പോലും എടുക്കുവാനുണ്ടാവില്ല. ഞാൻ പ്രവചിക്കുന്നു, ശരിയല്ലേ? നിങ്ങളുടെ കയ്യിൽ ഇപ്പോ ഒരു 500 സൗണ്ട് കുറവാണ് എന്ന് പറയുന്നത് ശരിയല്ല. സൗണ്ട് കുറവല്ല എന്ന് എനിക്ക് തോന്നുന്നത്. സൗണ്ട് കുറവാണോ അഷ്റഫ് സാറേ? ഒന്ന് പറഞ്ഞേ. സൗണ്ട് ഇല്ലേ? അത്യാവശ്യം നല്ല സൗണ്ട് ഇല്ലേ? സൗണ്ട് കുറവല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സൗണ്ട് കുറവല്ല, റെഡിയാണ്. ഓക്കെ. അപ്പോ അദ്ദേഹം പ്രവചിച്ചു, നിന്റെ കൈവശം ഇപ്പോൾ $500 പോലും ഉണ്ടാവില്ല, എടുക്കാനുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം നെട്ടി, ജിം റോൺ നെട്ടി. ശരിയാണല്ലോ സർ, നിങ്ങൾ പറഞ്ഞ പോലെ എൻ്റെ കൈവശം ഒരു നയാ പൈസയും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഒരു പൊരുൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, കൃത്യമായിട്ട് ലക്ഷ്യബോധം ഇല്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ ഗോൾ സെറ്റിംഗ് തന്റെ കൈവശം ഇല്ലാത്ത ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ കൈവശം സാമ്പത്തികമായിട്ട് ഒന്നും ഉണ്ടാവില്ല, മിച്ചമായിട്ടൊന്നും ഉണ്ടാവില്ല. ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യന്റെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഊർജമാണ് സമ്പത്ത്. പണം നമ്മുടെ കൈവശം ഇല്ലെങ്കിൽ നമ്മളെ കഥ കഴിഞ്ഞു. പൈസയാണ്, സമ്പത്ത് നിർബന്ധമായിട്ടും ആളുടെ കയ്യിൽ വേണം. അപ്പൊ സമ്പത്തില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? സമ്പത്തില്ലെങ്കിൽ അതിനർത്ഥം അദ്ദേഹത്തിന്റെ കഴിവിനെ വേണ്ട പോലെ ഉപയോഗിക്കുന്നില്ല എന്നതാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം തന്റെ സ്റ്റുഡന്റ് ആയിട്ടുള്ള ജിം റോണിനോട് പറഞ്ഞു, നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത്, നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യണം. ഗോൾ സെറ്റ് ചെയ്യണം. ഗോൾ സെറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് വാ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറച്ച് ഗോളൊക്കെ സെറ്റ് ചെയ്ത് എഴുതി എന്ന് വിചാരിച്ച് എൻ്റെ ലൈഫിൽ എന്ത് സംഭവിക്കാനാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ സെറ്റ് ചെയ്ത് നോക്ക്, ഗോൾ സെറ്റ് ചെയ്ത് നോക്ക്. അങ്ങനെ ഈ ജിം റോൺ 24ഓളം ലക്ഷ്യങ്ങൾ അദ്ദേഹം സെറ്റ് ചെയ്ത് എഴുതി വെച്ചു. വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം ഇതേ ഗുരുവിനെ കണ്ടുമുട്ടിയപ്പോൾ വളരെ ബഹുമാനത്തോടു കൂടി ഈ ജിം റോൺ പോയിട്ട് തന്റെ ഗുരുവിനെ കണ്ടുകൊണ്ട് പറഞ്ഞു, സർ, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ അന്ന് 22ഓളം ലക്ഷ്യങ്ങളാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് മുഴുവനും നടപ്പായി സർ. അത്ഭുതം, ട്രെമൻഡസ്ലി എൻ്റെ ജീവിതം മാറി. അന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലക്ഷ്യം സെറ്റ് ചെയ്താൽ ജീവിതം മാറും എന്ന് നിങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ഇങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലായിരുന്നില്ല. നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ ഗുരുവിനെ വന്ദിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് സ്റ്റുഡൻസും രക്ഷിതാക്കളും ഒക്കെ കേൾക്കുക, നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ, നമുക്കറിയാം, താജ്മഹലും ചെങ്കോട്ടയും ബുർജ് ഖലീഫയും എല്ലാം ഉണ്ടാക്കിയ തലച്ചോറാണ് നമ്മുടെ തലച്ചോറ്. ഇതെല്ലാം മനുഷ്യന്റെ മനസ്സിൽ നിന്ന് വന്ന സംഭവങ്ങളാണ്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഈ ബ്രെയിനിന്റെ പവറിനെ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഗോൾ സെറ്റിംഗ് ഈസ് ക്രിയേറ്റ് എ വേ ടു മൂവ് യുവർ എനർജി. നമ്മുടെ ഊർജത്തെ ചലിപ്പിക്കുവാൻ, ഊർജത്തെ സഞ്ചരിപ്പിക്കുവാനുള്ള
ഒരു വഴി ആണ് ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഗോൾ സെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഊർജം കൃത്യമായ ഒരു വഴിയിലൂടെ പോവുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് അത് എല്ലാ ദിവസവും നമ്മൾ കാണുന്ന സ്ഥലത്ത്, ഒരുപക്ഷെ നമ്മൾ എഴുതി വെക്കുന്ന പുസ്തകം, അല്ലെങ്കിൽ നമ്മൾ ആ ഗോൾ സെറ്റ് ചെയ്ത ചാർട്ട്, അതല്ലെങ്കിൽ അതെല്ലാം കൂടി എഴുതി ഒട്ടിച്ച ഒരു വിഷൻ ബോർഡ്, ഇത് എല്ലാ ദിവസവും നമ്മൾ കാണുന്ന ഒരു സ്ഥലത്ത് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, നിരന്തരമായിട്ട് നമ്മളത് കാണുമ്പോ നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ, കാരണം നമ്മൾ പലപ്പോഴും ഈ യുക്തി കൊണ്ട് അധികമായി ചിന്തിക്കുന്ന ആളുകളാണ്, നമ്മൾ പോലും അറിയാതെ ഇത് നമ്മുടെ ബ്രെയിനിലോട്ട് പോവുകയും അതുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിലോട്ട്, സർക്കംചാൻസിലോട്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി നയിക്കപ്പെടുകയും ചെയ്യും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനെ കുറിച്ച് തിയറി നമ്മൾ പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വിഷയത്തോട്ട് കടക്കാം. അതായത് നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മുടെ തലച്ചോർ എന്ന് പറയുന്നത്, മനുഷ്യന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് 3 പാർട്ടാണ്. ഏറ്റവും മുകളിലുള്ളതാണ് നിയോ കോർട്ടക്സ്, അതായത് അവിടെയാണ് ബുദ്ധി, ചിന്ത, 5 സെൻസ്, നമ്മൾ കാണുക, കേൾക്കുക തുടങ്ങിയ പുറമേ നിന്നുള്ള ഇൻഫർമേഷൻസുകൾ മുഴുവനും സ്വീകരിക്കുന്നത്, ലഭിക്കുന്നത് ഈ പറയപ്പെട്ട നിയോ കോർട്ടക്സ്, ഏറ്റവും മുകളിലുള്ള ന്യൂ ബ്രെയിനിലാണ്. അതിന് താഴെയാണ് ലിംബിക് സിസ്റ്റം എന്ന് പറയും, അതായത് ഇമോഷണൽ ബ്രെയിൻ എന്ന് പറയും. അതിന് താഴെയാണ് എന്താ പറയാ, റെപ്റ്റിലൈൻ കോംപ്ലക്സ്, അതായത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മൂഡ് എന്ന് പറയുന്ന ബ്രെയിൻ, അതായത് ഓൾഡ് ബ്രെയിൻ. ശ്രദ്ധിക്കണം, ന്യൂ ബ്രെയിൻ, അതായത് ഏറ്റവും മുകളിലുള്ള തലച്ചോർ എന്ന് പറയുന്ന ഏറ്റവും മുകളിലുള്ള ഭാഗം, ഇതാണ് മൃഗങ്ങൾക്ക് വികസിക്കാത്തത്. ബാക്കി 2 മൃഗങ്ങൾക്കും നമുക്ക് ഒരുപോലെയാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, പഞ്ചേന്ദ്രിയങ്ങളുമായി കണക്റ്റഡ് ആണ് നമ്മുടെ ന്യൂ ബ്രെയിൻ. പഞ്ചേന്ദ്രിയങ്ങളുമായി കണക്റ്റഡ് ആണ് ന്യൂ ബ്രെയിൻ. NLP പോലുള്ള പഠനങ്ങൾ പറയുന്നത്, ന്യൂ ബ്രെയിന് 1 സെക്കൻഡിൽ 2000 ഇൻഫർമേഷൻസുകളെ അനലൈസ് ചെയ്യുവാൻ സാധിക്കും. അതായത് ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സർക്കംസ്റ്റാൻസിൽ നിന്നും 2000 ഇൻഫർമേഷൻസുകളെ നമ്മുടെ ന്യൂ ബ്രെയിന് അനലൈസ് ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ, അതിനും താഴെയുള്ള ഒരു തലച്ചോറാണ് ഇമോഷണൽ ബ്രെയിൻ എന്ന് പറയും. ഇമോഷണൽ ബ്രെയിൻ, ലിംബിക് സിസ്റ്റം എന്ന് പറയും. ഈ ലിംബിക് സിസ്റ്റത്തിന് 1 സെക്കൻഡിൽ 400 ബില്യൺ ഇൻഫർമേഷൻസുകളെ അനലൈസ് ചെയ്യുവാൻ സാധിക്കും. അപ്പൊ ഇവിടെ പറയുന്നത്, നമുക്ക് ലൈഫിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ലൈഫിൽ കൃത്യമായ രൂപത്തിൽ അസാധാരണമായ നേട്ടത്തിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ ലിംബിക് ബ്രെയിൻ, അതായത് ഇമോഷണൽ ബ്രെയിനെ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. ഇമോഷണൽ ബ്രെയിനിലോട്ട് എത്തുമ്പോൾ മാത്രമേ ആ തീരുമാനം മാത്രമേ നടക്കൂ. അതായത് നമ്മുടെ പുതിയ ബ്രെയിൻ, അല്ലെങ്കിൽ ന്യൂ ബ്രെയിൻ, അല്ലെങ്കിൽ നിയോ കോർട്ടക്സ് ബ്രെയിൻ, ഈ ബ്രെയിനിലൂടെ നമ്മൾ നിരന്തരമായിട്ട് കൊടുക്കുന്ന ഇൻപുട്ടുകൾ ഇമോഷണൽ ബ്രെയിനിൽ ഏതാണോ എത്തുന്നത്, അതിനനുസരിച്ച് ഒരു തീരുമാനമെടുക്കാനേ ഒരു വ്യക്തിക്ക് സാധിക്കും. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയട്ടെ. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരാൾ, സ്ഥിരമായിട്ട് മദ്യപിക്കുകയും ബഹളമുണ്ടാക്കുകയും വീട്ടിൽ പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരാൾ, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇത് നിർത്തണമെന്ന് താല്പര്യമുണ്ടാവും. സത്യത്തിൽ അത് നിർത്തണമെന്ന് താല്പര്യമുണ്ടെങ്കിലും അത് നിർത്തുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയില്ല. യെസ് ഓർ നോ? അതായത് സ്ഥിരമായി മദ്യപിക്കുന്ന ഒരു വ്യക്തി, അയാൾ വീട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നു, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയും, ഇനി ഞാൻ പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറയും. പക്ഷെ നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിർത്താൻ പറ്റില്ല. Can you agree with me? Can you agree with me, my dear friends? അതുപോലെ ദുശ്ശീലങ്ങൾ, പുകവലി, ചില അനാശ്വാസ ബന്ധങ്ങൾ, ചില ശീലങ്ങൾ, ഇങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട് ആ മനുഷ്യന്റെ ഉള്ളിൽ. ഇതൊക്കെ നിർത്തണമെന്ന് മനസ്സുകൊണ്ട് പറയും, പക്ഷെ നിർത്താൻ പറ്റില്ല. അതുപോലെ തിന്മകളാവട്ടെ, എത്രയോ ആൾക്കാർ കണ്ടില്ലേ കൊലപാതകം നടത്തുന്നു. ഈ കൊലപാതകം നടത്തുന്നത് സത്യത്തിൽ ബുദ്ധി കൊണ്ടല്ല, ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ സാധാ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും വധിക്കുവാൻ നമുക്ക് സാധ്യമല്ല, നമുക്ക് ചെയ്യാൻ കഴിയില്ല അത്. പിന്നെ ആളുകൾ പൂച്ചക്കുഞ്ഞിനെ, സ്വന്തം കുടുംബത്തെ പോലും, സ്വന്തം ഭാര്യ, സ്വന്തം ഭർത്താവ്, സ്വന്തം മക്കൾ, ഇവരെ പോലും മനുഷ്യൻ കൊല്ലാൻ കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ, ഇത് ഇമോഷണൽ ബ്രെയിനിൽ എത്തിക്കഴിഞ്ഞാൽ, ഇമോഷണൽ ബ്രെയിൻ ആണ് അല്ലെങ്കിൽ ലിംബിക് ബ്രെയിൻ ആണ് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ന്യൂ ബ്രെയിൻ നിർദ്ദേശം കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ,
നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 3 ബ്രെയിനിൽ നമ്മുടെ ലക്ഷ്യം, നമ്മളൊരു ഗോള് സെറ്റ് ചെയ്ത് ഈ ഗോളിനെ കൃത്യമായിട്ട് ലിംബിക് ബ്രെയിനിലോട്ട്, അല്ലെങ്കിൽ നമ്മുടെ മിഡിൽ ബ്രെയിനിലോട്ട്, നമ്മുടെ ഇമോഷണൽ ബ്രെയിനിലോട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യുവാൻ പഠിച്ചു കഴിഞ്ഞാൽ, അതോടുകൂടി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതോടുകൂടി നമ്മൾ പോലും അറിയാതെ, കാരണം ഞാൻ പറഞ്ഞല്ലോ, സ്ഥിരമായി പുകവലിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയോട് പറയാൻ, മോനെ, കരള് കരിഞ്ഞു പോവും, ശ്വാസകോശത്തിൽ പൊടി പടരും, ലൈഫ് ആകെ ഇഷ്യൂ ആവും, അതുകൊണ്ട് പുകവലിക്കരുത് എന്ന് ഈ വ്യക്തിയോട് പറഞ്ഞാൽ അദ്ദേഹം പറയും, ശരിയാണ് മോനെ, ഞാൻ പുകവലിക്കില്ല, കഴിയില്ല, ശരിയാണ്, ഞാൻ ചെയ്യില്ല എന്ന് പറയും. പക്ഷെ ആ സമയമാകുമ്പോഴേക്കും പുകവലിക്ക് നിർത്താൻ കഴിയില്ല. ഇത് ചെയ്യിക്കുന്നത് ഈ മിഡിൽ ബ്രെയിനാണ്, ഇമോഷണൽ ബ്രെയിനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഫോഴ്സ് ഓഫ് ഡിസിഷൻ ഈസ് ഇമോഷണൽ ബ്രെയിൻ. ഏതൊരു തീരുമാനമെടുക്കുവാനും നമ്മളെ നിർബന്ധിക്കുന്നത് ഇമോഷണൽ ബ്രെയിനാണ്. അതുകൊണ്ടാണ് കള്ളുകുടി നിർത്താൻ പറ്റാത്തത്, അതുകൊണ്ടാണ് ദുശ്ശീലം നിർത്താൻ പറ്റാത്തത്. എത്ര ആഗ്രഹിച്ചിട്ടും, എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം എന്നോട് പറയും, അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പേ പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ ഈ മുടിഞ്ഞ പുകവലി നിർത്തിയാൽ നന്നായിരുന്നു, നിർത്തിക്കിട്ടിയാൽ നന്നായിരുന്നു. എന്നാൽ അതിനൊരു കൺസൾട്ടേഷന് പോവുക, അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യൂല, കേവലം ഇങ്ങനെ പറയുള്ളൂ. അപ്പൊ അവിടെ സംഭവിക്കുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, അങ്ങനെ നിർത്തിക്കിട്ടണമെന്ന് അദ്ദേഹത്തിന്റെ തലച്ചോറിൽ, അദ്ദേഹത്തിന് ചിന്തയിൽ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഇമോഷണൽ ബ്രെയിൻ അദ്ദേഹത്തെ കൊണ്ട് അത് ചെയ്യിക്കും, നിർത്താൻ അനുവദിക്കില്ല. എങ്ങനെയെങ്കിലും പോയിട്ട് പുകവലിക്കുവാൻ വേണ്ടി പറയും. അപ്പൊ ഇവിടെ നോക്കുന്നത് ഇതാണ്, ദിസ് പേഴ്സൺ നോ ഇറ്റ് ഈസ് റോങ്. കുട്ടികൾക്കിടയിൽ ഇങ്ങനെ മദ്യപിക്കാൻ പാടില്ല എന്ന് ഇയാൾക്കറിയാം, ഇത് തെറ്റാണ് ചെയ്യുന്നത്, വീട്ടിൽ ഇങ്ങനെ വരാൻ പാടില്ല, ഇതറിയാം. പക്ഷേ അറിഞ്ഞിട്ട് കാര്യമില്ല, ഈ കാര്യം ചെയ്യുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരൊറ്റ കാര്യം നമ്മൾ പഠിച്ചാൽ മതി. ഈ ഇമോഷണൽ ബ്രെയിന് നമ്മുടെ ഗോളുകൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ, ഐ റിപ്പീറ്റ്, ഈ ഇമോഷണൽ ബ്രെയിൻ, ഈ മിഡിൽ ബ്രെയിനിന് ബോധപൂർവം, അതിന് നമ്മുടെ ന്യൂ ബ്രെയിൻ ആവശ്യമാണ്, ബോധപൂർവം ഈ മിഡിൽ ബ്രെയിന് നമ്മുടെ ഗോള് സെറ്റ് ചെയ്ത് കൊടുത്താൽ, എങ്ങനെയാണോ ഒരു മദ്യപാന സമയമാകുമ്പോൾ മദ്യപിക്കാൻ വേണ്ടി ഓടിപ്പോകുവാൻ തോന്നുന്നത്, അതേ രൂപത്തിൽ ഈ വ്യക്തിക്ക് താൻ സെറ്റ് ചെയ്ത ഗോളിനനുസ്യൂതമായി പ്രവർത്തിക്കുവാനുള്ള ഒരു ത്വര ഉള്ളിൽ നിന്ന് വരും. Can you agree with me? Yes or no? Please type. നിങ്ങൾ എന്നെ കൂടെ ഉണ്ടോ, കേൾക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ മിഡിൽ ബ്രെയിനിന്, നമ്മുടെ ഇമോഷണൽ ബ്രെയിനിന്, നമ്മൾ നമ്മുടെ ഗോള് ആ മിഡിൽ ബ്രെയിനോട് എത്തിക്കഴിഞ്ഞാൽ, മിഡിൽ ബ്രെയിൻ എങ്ങനെയാണോ ഒരു വ്യക്തിയെ മോശമായ ഒരു കാര്യത്തിന് വേണ്ടി നിർബന്ധിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത ഗോൾ അനുസരിച്ച് ചലിപ്പിക്കുവാൻ നമ്മളെ ഫോഴ്സ് ചെയ്യും. പ്ലീസ് ടൈപ്പ്, എല്ലാവരും ടൈപ്പ് ചെയ്ത്. അതിന് ചെയ്യേണ്ട പണിയാണ്, യു ഹാവ് ദി പവർഫുൾ, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് എന്തും നേടിയെടുക്കുവാൻ സാധിക്കും ഈ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട്. എന്തും നേടിയെടുക്കുവാൻ സാധിക്കും. വിത്തൗട്ട് എ ഷാർപ്പ് ഇമോഷണൽ കണക്റ്റഡ് ഗോൾ, യുവർ ബ്രെയിൻ പവർ ഈസ് വേസ്റ്റ്. പക്ഷേ നമ്മുടെ ഇമോഷൻ, അല്ലെങ്കിൽ നമ്മുടെ മിഡിൽ ബ്രെയിനുമായിട്ട്, ഇമോഷണൽ ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗോള് നമ്മുടെ കൈവശം ഇല്ല എങ്കിൽ, അവിടെയാണ് പ്രശ്നം. ഈ താജ്മഹൽ ഉണ്ടാക്കിയ, ഈ ബുർജ് ഖലീഫ ഉണ്ടാക്കിയ, അതേപോലെ തന്നെ എല്ലാവിധ കണ്ടുപിടുത്തങ്ങളും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാക്കിയ, കമ്പ്യൂട്ടർ ഉണ്ടാക്കിയ അതിശക്തമായ ബ്രെയിൻ, അതേ ബ്രെയിൻ തന്നെ നമ്മുടെ കൈകളിൽ ഉള്ളത് എങ്കിലും, പ്രിയപ്പെട്ടവരെ, ഒരു ഷാർപ്പായിട്ടുള്ള ഇമോഷണൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗോള് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ കൊടുത്തിട്ടില്ല എങ്കിൽ ആ പവർ മുഴുവനും വേസ്റ്റ് ആവും. നോക്കൂ, നിങ്ങൾ ഈ കണ്ടു കാണപ്പെട്ട ഇത് ബുർജ് ഖലീഫയാണ്, ദുബായ് സിറ്റി. ബുർജ് ഖലീഫ എന്ന് പറയുന്നത് ദുബായ് മാളിന് ചുറ്റുമാണ്, ദുബായ് മാളിന് നടുക്കാണ് ഈ ബുർജ് ഖലീഫ എടുക്കുന്നത്. ദുബായ് മാളാവട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളുകൾ ഒന്നാണ്. ഇതുണ്ടായത് നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യന്റെ തലച്ചോറിൽ നിന്നാണ്, ചിന്തയിൽ നിന്നാണ്. ലോകത്തുള്ള കിങ്ഡം ടവർ ആവട്ടെ, പിസയിലെ ചെരിഞ്ഞ ഗോപുരമാവട്ടെ, ഇതെല്ലാം വന്നത് ഒരു മനുഷ്യന്റെ ബ്രെയിനിൽ നിന്നാണ്. ശരിക്കും ആലോചിക്കണം. ഈ മനുഷ്യൻ കണ്ടില്ലേ, APJ അബ്ദുൽ കലാം, പത്രം വിറ്റ് നടന്നിരുന്ന ഒരു പയ്യൻ. ഈ പയ്യന് ഇന്ത്യയുടെ മിസൈൽ മാനാകുവാനും ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുവാനും
ഇന്ത്യയിലെ രാഷ്ട്രപതിയാകുവാനും അതേപോലെ തന്നെ എന്താ പറയുക നമ്മുടെയൊക്കെ സ്നേഹഭാജനമാകുവാനും ഒക്കെ സാധിച്ചതിന് കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ബ്രെയിനിൽ ഈ സംഭവം ഈ രൂപത്തിൽ കൊടുക്കുവാൻ സാധിച്ചത് കൊണ്ടാണ്. നടന്നു പോകുന്ന സമയത്തും അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുക, എന്തായിരുന്നു, പറന്നു പോകുന്ന പ്ലെയിനെ കുറിച്ചായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സംഭവങ്ങൾ. അപ്പൊ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതെല്ലാം ചന്ദ്രയാനാവട്ടെ, മംഗളയാനാവട്ടെ, ചൊവ്വ ഉപഗ്രഹങ്ങളാവട്ടെ, ഇതെല്ലാം ഈ ഒരു ടെക്നിക്കിലൂടെയാണ് മനുഷ്യന്റെ തലച്ചോറിന് ഉള്ളിലോട്ട് പോയത്. സ്വാഭാവികമായിട്ടും മഹാഭൂരിപക്ഷം ആൾക്കാരുടെയും ഇമോഷണൽ ബ്രെയിനിൽ ഈ വക കാര്യങ്ങളൊന്നും ഇൻസേർട്ടഡ് അല്ല. ഇമോഷണൽ ബ്രെയിൻ ഈ വക കാര്യങ്ങളൊന്നും ഇൻസേർട്ടഡ് അല്ല. അതുകൊണ്ട് തന്നെ എത്ര നല്ല ഇൻഫർമേഷൻ കേട്ടാലും, ഉദാഹരണമായിട്ട് ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു സംഭവമുണ്ട്, വല്ലാതെ എൻ്റെ മനസ്സിൽ സ്പർശിച്ചൊരു സംഭവം. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര, ഒരുപക്ഷെ നിങ്ങളെല്ലാവരും അറിയും. അദ്ദേഹം ശൂന്യാകാശത്തോട്ട്, ബഹിരാകാശത്തോട്ട്, സ്പേസിലോട്ട് പോവാണ്. ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട്, മലയാളികളുടെ പ്രതിനിധിയായിട്ട് സന്തോഷ് ജോർജ് കുളങ്ങര ഈ പേടകത്തിൽ യാത്ര ചെയ്യാൻ പോകുന്നതിന്റെ തലേന്ന്, അല്ലെങ്കിൽ പോകുന്നതിന്റെ ഇവിടുന്ന് US പോകുന്നതിന്റെ തൊട്ടടുത്ത ദിവസം അദ്ദേഹം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ഈ വീഡിയോക്ക് താഴെയും ആളുകൾ റോങ് ആയിട്ട് കമാൻഡ് ചെയ്തു, താൻ പോയാൽ ഞങ്ങൾക്ക് എന്താ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി അങ്ങനെ പോകുമ്പോൾ നമ്മുടെ അഭിമാനമാണ്. ഓരോ മലയാളികളുടെയും രോമം എഴുന്നേറ്റ് നിൽക്കണം. പക്ഷെ ഈ ഒരു സംഭവം കണ്ടിട്ട് പോലും ഒരു അപ്രിഷിയേഷൻ കൊടുക്കാൻ തോന്നാതെ ഈ രൂപത്തിൽ ചവറുകളുള്ള പ്രതികരണങ്ങൾ ആളുകൾ അയക്കുവാനുള്ള പ്രധാനമായ കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ്. ഏത്? ഇമോഷണൽ ബ്രെയിനിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് ഇല്ല. മനസ്സിലായില്ലേ? ഇമോഷണൽ ബ്രെയിനിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് ഉണ്ടെങ്കിൽ, അതാണ് ഗോൾ സെറ്റ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം നമ്മൾ കൃത്യമായി തിരിച്ചറിയണം. ഗോൾ സെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തി, എന്റെ ക്ലാസ് കേൾക്കുന്ന, ഈ ശബ്ദം കേൾക്കുന്ന ഒരാൾ, ആള് ഗോൾ സെറ്റ് ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പിച്ചോളൂ, ലൈഫിൽ ശരാശരിക്ക് താഴെ ഉണ്ടാവും. പ്രത്യേകിച്ച് SSLC പഠിക്കുന്ന കുട്ടികൾ, +2 പഠിക്കുന്ന കുട്ടികൾ, ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും ഈ ക്ലാസ് ആവർത്തിച്ചാവർത്തിച്ച് കേൾക്കണം. എന്നിട്ട് തീരുമാനിക്കുക, ഞാൻ ഗോൾ സെറ്റ് ചെയ്യണോ വേണ്ടേ. നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനാണ് ഞാൻ ഇന്നത്തെ സെഷൻ. നാളെയാണ് നിങ്ങൾക്ക് ഞാൻ എങ്ങനെയൊക്കെയാണ് ഗോൾ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് പഠിപ്പിക്കുള്ളൂ. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത്രയും കേട്ടപ്പോഴേക്കും ഗോൾ സെറ്റ് ചെയ്യണം എന്നുള്ള ഒരു താല്പര്യമൊന്നോ ഇല്ലേ? യെസ് ഓർ നോ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. ഇത്രയും കേട്ടപ്പോൾ തന്നെ ഗോൾ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ലൈഫ് യെസ്. അപ്പോ give a sharp and valuable goals to your brain. കൃത്യമായിട്ടുള്ള വാല്യബിൾ ആയിട്ടുള്ള ലക്ഷ്യം തലച്ചോറിന് കൊടുത്തേ പറ്റൂ. ഡോണ്ട് ബി ചില ആൾക്കാർക്ക് ലക്ഷ്യം കൊടുക്കുമ്പോൾ ഒരു ഡൗട്ട്സ് ഉണ്ടാവും, ഇതൊക്കെ നടക്കുമോ ഇല്ലേ, ഇതിലിപ്പോ എന്താ പറയാ, ഞാനിപ്പോ ഗോൾ സെറ്റ് ചെയ്താൽ, ഉദാഹരണമായി എന്റെ വീടിപ്പോ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ്. ഫാദറിന് ജോലിയില്ല, മദറിന് അങ്ങനെ, ജ്യേഷ്ഠന്മാർ ഇങ്ങനെ ഒത്തിരി ഇഷ്യൂസിലാണ് ഞാനുള്ളത്. ഞാനിപ്പോ ഗോൾ സെറ്റ് ചെയ്തത് പ്രത്യേകിച്ച് കാര്യമുണ്ടോ, ഗുണമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ അങ്ങനെ സംശയിക്കേണ്ടതില്ല. ഡോണ്ട് ബി സസ്പീഷ്യസ്. സംശയിക്കേണ്ട കാര്യമില്ല. അത് ഞാൻ നാളെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇപ്പോൾ ഞാൻ മോട്ടിവേഷൻ ചെയ്യുന്നത് നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരണമെന്ന് മാത്രമാണ്. ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം ബ്രെയിന്, നമ്മുടെ തലച്ചോറിന് ഒരു പരിധിയുണ്ട്. ഞാൻ വേണമെങ്കിൽ ചെറിയൊരു കുഞ്ഞു എക്സസൈസ് കാണിച്ചു തരാം. ജസ്റ്റ് എല്ലാവരും, എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും ഒന്ന് ശ്രദ്ധിക്കുക. എന്നെ കാണാമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഞാൻ ചെറിയൊരു എക്സസൈസ്, ഒരു ആക്ടിവിറ്റി ചെയ്യാം, എന്നിട്ട് നമുക്ക് ക്ലാസ് തുറന്നു പോവാം. നമ്മുടെ തലച്ചോറിനൊരു ശക്തി നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എല്ലാവരും നിങ്ങളുടെ കൈ ഒന്നെടുത്തേ. കൈ എന്നെ കാണാമെന്ന് വിചാരിക്കുന്നു. ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ചെയ്യാം. യാത്ര ചെയ്യുന്ന ആൾക്കാർ ചെയ്യേണ്ട, കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം കൈന് 2 രേഖ കാണാം. 2 രേഖ, ഇടത്തും വലത്തും 2 രേഖ കാണാം. ഈ രേഖകളൊന്ന് അടുപ്പിച്ച് നേരെ നിവർത്തി വെച്ച് നോക്കിയേ. രേഖ ഒന്നുകിൽ തണ്ടൻ കയ്യിൽ രേഖയുണ്ട്, കൈന്റെ ഉള്ളം കയ്യിൽ രേഖയുണ്ട്. ഈ രേഖകൾ തമ്മിൽ പരസ്പരം തൊട്ടിച്ച് നേരെ വെക്കുകയാണെങ്കിൽ
നമ്മുടെ കൈ, ഒരു കൈയിന്റെ വിരൽ അല്പം വലുതും ഒരു കൈയിന്റെ വിരൽ അല്പം ചെറുതുമായിരിക്കും. കാണാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ഒരു കൈയിന്റെ വിരല് അല്പം ചെറുതും ഒന്ന് അല്പം വലുതുമായിരിക്കും. കാണാൻ പറ്റുന്നുണ്ടോ? ജസ്റ്റ് നമ്മുടെ മനസ്സിന്റെ ശക്തി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ ഒരു സെഷൻ കേട്ട് നിങ്ങൾ നാളത്തെ സെഷനും കേട്ട് ഗോൾ സെറ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ വിജയത്തിലോട്ട് പോവുകയാണെങ്കിൽ അതാണ് ഹാപ്പി പാർക്കിന്റെ ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യം. കാണാൻ പറ്റുന്നല്ലോ മൈ ഡിയർ ഫ്രണ്ട്സ്? ക്ലിയർ അല്ലേ? സംസാരിക്കാം, മൈക്ക് ഓണാക്കി സംസാരിക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഒരു കാര്യം ചെയ്യാം, ഞാൻ മ്യൂട്ട് ആക്കാം, അല്ലെങ്കിൽ എല്ലാവരും കൂടി സംസാരിച്ചാൽ ഒത്തിരി ആൾക്കാരുള്ളതല്ലേ, കേൾക്കില്ല. ഇനി ചെയ്യേണ്ടതാ ചോദിക്കുകയാണെങ്കിൽ, ഈ വിരലുകൾ ഇതേപോലെ ഇങ്ങനെ വെക്കുന്നു. യെസ്. ഒരു കൈ ഒന്ന് വലുതും ഒന്ന് ചെറുതും അല്ലേ കാണുന്നത്? യെസ് ഓർ നോ? ടൈപ്പ് ചെയ്തേ. ഒരു കൈ അല്പം വലുതും ഒരു കൈ അല്പം ചെറുതും അല്ലേ? യെസ്. ഓക്കെ, അങ്ങനെ ഉണ്ടാവും. ഒരു കൈ അല്പം വലുതും ഒരു കൈ അല്പം ചെറുതുമായിരിക്കും. നമ്മുടെ കാലുകൾ ഒരു കാല് അല്പം ചെറുതും ഒരു കാല് അല്പം വലുതുമായിരിക്കും. അങ്ങനെയാണ് ഓരോരുത്തരും നടത്തത്തിന് വ്യത്യാസം ഉണ്ടാവും. ഞാൻ നടക്കുമ്പോഴല്ല അഷ്റഫ് സാർ നടക്കുക, അഷ്റഫ് സാർ നടക്കുമ്പോഴല്ല അഷ്റഫ് സാറിന്റെ വൈഫ് നടക്കുക. വ്യത്യാസമുണ്ട്. അത് ഈ ചെറിയ കുഞ്ഞു വ്യത്യാസത്തിനാണ് സംഭവിക്കുന്നത്. ശരി, ഇനി ചെയ്യേ, എങ്ങനെ പിടിച്ചോളൂ? ഒന്ന് കണ്ണടച്ചേ. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ വെച്ചതിൽ ചെറുത് എന്ന് തോന്നുന്ന ആ വിരലിനെ, ചെറുത് എന്ന് നിങ്ങൾക്ക് തോന്നിയ ആ കൈകളെ ഒന്നിങ്ങനെ മുഖത്തിന് നേരെ വെച്ചേ, ഫേസിന് നേരെ വെച്ചേ. ചെറുത് എന്ന് തോന്നുന്ന ആ വിരലിനെ അല്ലെങ്കിൽ ആ കൈയെ, അത് ഇടതാണെങ്കിൽ ഇടത്, വലുതാണ് വലുത്, കൈവെള്ള മുഖത്തിന് അഭിമുഖമായിട്ട് വെച്ച് കണ്ണടച്ച് ശ്വാസത്തിലേക്ക് മനസ്സ് കൊണ്ടുപോവാം. കോൺസെൻട്രേറ്റ് യുവർ ബ്രീത്ത്. ബ്രീത്തിങ്. Breathe out. Breathing. Breathe out. Breathing. Breathe out. Breathing. Breathe out. ഈ നിവർത്തി വെച്ച കൈ, ആ കൈന്റെ വിരലുകൾ ഇങ്ങനെ മുകളിലേക്ക് വളരുന്നതായിട്ട് മനസ്സുകൊണ്ട് പറഞ്ഞേ. മനസ്സുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചിത്രരൂപത്തിൽ കാണുക. ചിത്രരൂപത്തിൽ നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഈ കൈയിന്റെ വിരൽ ഇങ്ങനെ മുകളിലോട്ട് വളർന്നുകൊണ്ടിരിക്കും. വിരലിങ്ങനെ മുകളിലേക്ക് ആകാശത്തോളം ഒരു തെങ്ങിനെ പോലെ നമ്മുടെ കൈ വിരലുകൾ ഇങ്ങനെ വലുതാകുന്നതായിട്ട് മനസ്സുകൊണ്ട് കണ്ടേ. ഇങ്ങനെ വലുതായി പോട്ടെ. വലുതായി. അതിനോട് വലുതാവാൻ വേണ്ടി നിങ്ങൾ പറയുക, വലുതാവാൻ വേണ്ടി ഇങ്ങനെ മനസ്സുകൊണ്ട് പറയുക. അത് വലുതാവട്ടെ എന്ന് മനസ്സുകൊണ്ട് പറയുക. വലുതാവട്ടെ. അത് വലുതാവട്ടെ. മനസ്സിൽ ഇങ്ങനെ പറയാം, എന്റെ കൈകൾ വലുതാവട്ടെ. എന്റെ കൈയുടെ നീളം കൂടട്ടെ. വലുതാവട്ടെ. എന്റെ കൈ വലുതാവട്ടെ. സ്ലോലി ഓപ്പൺ യുവർ ഐസ്. കണ്ണുറന്നെ ഒന്നുകൂടി ഒന്ന് അളന്നു നോക്കിയേ. ഇതേപോലെ രേഖ വെക്കണം, അപ്പോഴേ കൃത്യമായി കിട്ടും. രേഖ വെച്ചിട്ട് ഒന്നുകൂടി അളന്നു നോക്കിയേ. ഓക്കെ, ഇപ്പൊ എന്ത് തോന്നുന്നു? വലിപ്പം വ്യത്യാസമുള്ള ആൾക്കാർ, നേരത്തെ ചെറുതായത് വലുതായോ, വലുതായത് ചെറുതായോ, എന്തെങ്കിലും വ്യത്യാസം വന്ന ആൾക്കാരും ടൈപ്പ് ചെയ്ത് യെസ് ഓർ നോ, പ്ലീസ് ടൈപ്പ്. ഓക്കെ, വ്യത്യാസമായി. യെസ്, കുറെ ആൾക്കാർ വ്യത്യാസമായി. എല്ലാവരും ടൈപ്പ് ചെയ്തേ. ഓക്കെ. അപ്പൊ നോക്കൂ നിങ്ങള്, ഓക്കെ, വ്യത്യാസമായി. ഇത്രയും ആൾക്കാർക്ക് ഇത് വ്യത്യാസമായി. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ നിങ്ങൾ ഇത്ര ചെറിയൊരു കുഞ്ഞു സമയം കൊണ്ടാണ് അത് സംഭവിച്ചത്. വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് അത് സംഭവിച്ചത്. ഓക്കെ, വ്യത്യാസമായി. ഒത്തിരി ആൾക്കാർ ടൈപ്പ് ചെയ്യുന്നു. ഇത് വ്യത്യാസമായത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? മൈക്കോണാക്കി സംസാരിക്കാം. ഇത് വ്യത്യാസമായത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? What do you feel? ശ്രമിച്ചാൽ കിട്ടും. ഓക്കെ. ശരി, നോക്കാം. അപ്പോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ ഒരൊറ്റ ടെക്നിക്കിലൂടെ നമുക്ക് തിരിച്ചറിയേണ്ടത്
നമ്മൾ ഗോള് സെറ്റ് ചെയ്തു. നമ്മളൊരു ഗോള് സെറ്റ് ചെയ്തു. എന്താ ഗോള് സെറ്റ് ചെയ്തത്? എനിക്കൊരു IAS ഓഫീസർ ആവണം, എനിക്കൊരു സിവിൽ സർവീസ് ഓഫീസർ ആവണം, എനിക്കൊരു ഡോക്ടർ ആവണം, എനിക്കൊരു വീടുണ്ടാക്കണം, എനിക്കൊരു കാറ് വേണം, എനിക്ക് എന്താ പറയാ ഒരു അധ്യാപകനാവണം. ഗോള് സെറ്റ് ചെയ്തു. ഗോളൊക്കെ സെറ്റ് ചെയ്തു, എല്ലാം ചെയ്തു. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? എന്ത് വീട്ടില് ദാരിദ്ര്യം, അച്ഛൻ ശരിയല്ല, അമ്മ ശരിയല്ല, അവര് ശരിയല്ല, ഇവര് ശരിയല്ല. അപ്പോ നമ്മൾ ഗോള് സെറ്റ് ചെയ്താൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ ഗോള് കണ്ടുകൊണ്ട് തന്നെ കിടക്കണം. ഒരു ഡോക്ടർ ആവാനാണ് നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്തെങ്കിൽ, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോ ഡോക്ടർ ആയതിന്റെ ചിത്രം നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കണം. ഇപ്പൊ ഈ കൈയിന്റെ വിരല് കൊണ്ട് നിമിഷ നേരം കൊണ്ട് വലുതാവാൻ വേണ്ടി പറഞ്ഞപ്പോ കൈകൾ വലുതായി. ഇത് കൈകൾ മാത്രമല്ല, എൻ്റെ വർക്ക്ഷോപ്പിലൊക്കെ പങ്കെടുത്ത ആളുകൾക്ക് അറിയാം, ചില ആൾക്കാരൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കൂല, അവിടെ അള്ളി പിടിച്ചിരിക്കും. വേറെ ചില ആളുകൾ കണ്ണു തുറക്കാൻ പറ്റില്ല എന്നാൽ കണ്ണു തുറക്കാൻ പറ്റില്ല, കൈകൾ വേർപെടുത്താൻ പറ്റില്ല എന്ന് കൈകൾ വേർപെടുത്താൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നടക്കൂല, അവിടെ കിടക്കും, ചില്ലായി കിടക്കും. അവിടെ ഒക്കെ തിരിച്ചറിയാൻ എന്താ ചോദിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഇമോഷണൽ ബ്രെയിനിലോട്ട് ആ സംഭവം എത്തിയത് കൊണ്ട് ലോജിക്ക് കട്ടായി. നമുക്കറിയാം, ഉദാഹരണമായിട്ട് നടക്കാൻ കഴിയില്ല എന്ന് നിർദ്ദേശം കൊടുക്കുമ്പോൾ നമ്മുടെ കാലിന് ഒരു കുഴപ്പമില്ല എന്ന് ആർക്കറിയാം? ബുദ്ധിക്കറിയാം. എൻ്റെ കാലിന് ഒരു കുഴപ്പമില്ല, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ എൻ്റെ കാലിന് ഒരു കുഴപ്പമില്ല എന്ന് ബുദ്ധിക്കറിയാം. പക്ഷെ ബുദ്ധിക്ക് അത് അറിഞ്ഞിട്ട് കാര്യമില്ല. ഇമോഷണൽ ബ്രെയിനിൽ നടക്കാൻ പറ്റില്ല എന്ന സോഫ്റ്റ്വെയർ ഉള്ളത് കൊണ്ട് ഈ ഇമോഷണൽ ബ്രെയിൻ എന്ത് ചെയ്യും എന്ന് പറയോ? നടക്കാൻ ഇയാളെ അനുവദിക്കില്ല. ഒത്തിരി ആൾക്കാർക്ക് അനുഭവം ഉണ്ടാവും. കണ്ണു തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കണ്ണു തുറക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ കൈകൾ വലുതാവുന്നു. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ കണ്ടു, ബുദ്ധിക്കറിയാം കൈകൾക്കൊന്നും സംഭവിക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ വെറുതെ പറയാണ്. പക്ഷെ കണ്ണടച്ചപ്പോൾ നമ്മുടെ ബുദ്ധി മങ്ങി, 5 സെൻസ് കട്ടായി. 5 സെൻസ് കട്ടായപ്പോൾ നമ്മുടെ ബോധതലത്തിൽ നിന്നും ഉള്ളിലോട്ട് പോകുന്നത് കട്ടായി. അത് കട്ടായപ്പോ നമ്മൾ പറയുന്നത് നേരെ ഇമോഷണൽ ബ്രെയിനിലോട്ട് പോയി. അപ്പോൾ അത് തീരുമാനം എടുപ്പിച്ചു, ആക്ഷൻ എടുപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ഗോള് സെറ്റ് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടുകൊണ്ട് കിടക്കണം. വിപരീതമായി കാണരുത്. അതേപോലെ തന്നെ ഗോള് സെറ്റ് ചെയ്യാന്ന് മനസ്സിൽ ഇങ്ങനെ ചില ആൾക്കാർ ഗോള് സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ സെറ്റ് ചെയ്യും? ഓ, എനിക്ക് അതാവണം, എനിക്ക് ഇതാവണം, എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് എഞ്ചിനീയർ. മനസ്സിൽ നോ, അത് പാടില്ല. ഒരു പേപ്പർ എടുക്കുക, ഒരു ബുക്ക് എടുക്കുക, ആ പുസ്തകം എടുത്തിട്ട് ഒരു പേനയെടുത്ത്, പേനയും പേപ്പറും എടുത്ത് എഴുതി വെക്കണം. അതൊക്കെ ഞാൻ കൃത്യമായി നാളെ പറഞ്ഞു തരും. ഗോൾ ഒരിക്കലും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കാര്യമില്ല, അത് എഴുതണം, അത് പുസ്തകത്തിൽ എഴുതണം, എഴുതിയേ പറ്റും. ഇത് ശ്രീധന്യ IAS എന്ന് പറയും. ഇവര് വയനാട് ജില്ലാ എന്താ പറയാ, വയനാട് കളക്ടറേറ്റ് ഓഫീസിൽ തന്റെ വീടിന്റെ ഒരു തന്റെ വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് പോയ സമയത്ത് ഈ ശ്രീധന്യ എന്ന് പറയുന്ന ഈ ലേഡി അവിടെ പോയ സമയത്ത് കുറെ ആളുകൾ വെയിറ്റ് ചെയ്യുന്നു. ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ ചോദിച്ചു, എന്താണ് സംഭവം ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞു, ജില്ലാ കലക്ടറെ വെയിറ്റ് ചെയ്യാം, ഡിസ്ട്രിക്ട് കലക്ടറെ വെയിറ്റ് ചെയ്യാം. അപ്പൊ അവരുടെ ഉള്ളിലൊരു സംഭവം, ഒരു ജില്ലാ കളക്ടർക്ക് ഇമ്മാതിരി പവർ ഉള്ളിൽ ഇമോഷണൽ ബ്രെയിനിലോട്ട് പോയി. രാത്രി ഉറങ്ങുമ്പോൾ ചിന്തിച്ചു, എനിക്കെന്തുകൊണ്ട് ആ പൊസിഷനിൽ എത്തിക്കൂടാ. രാവിലെ എഴുന്നേറ്റപ്പോ ചിന്തിച്ചു, എനിക്കെന്തുകൊണ്ട് ആ പൊസിഷനിൽ എത്തിക്കൂടാ. ഊണിലും ഉറക്കിലും ചിന്തിച്ചു, എനിക്കെന്തുകൊണ്ട് ആ പൊസിഷനിൽ എത്തിക്കൂടാ. എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ആയിക്കൂടാ. അവരുടെ വീട് ഇങ്ങനെ, അച്ഛന് ജോലിയില്ല, ഒന്നുമില്ല, എന്തുകൊണ്ട് എനിക്ക് ഈ ഒരു അവസ്ഥയിൽ എത്തിക്കൂടാ. നിരന്തരമായി അവരോട് തന്നെ ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവര് സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി അവർ മുന്നോട്ട് വന്നപ്പോൾ അവർക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ മുന്നോട്ട് വന്നു. ഡൽഹിയിൽ മറ്റൊക്കെ പോയി പഠിക്കാൻ അവർക്ക് സാധിച്ചു. അവസാനം അവർ സിവിൽ സർവീസ് നേടി. ഇപ്പോ കോഴിക്കോട് ജില്ലയുടെ
എന്താ പറയാ സബ് കളക്ടറായിട്ട് ഒത്തിരി കാലം സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ശ്രീധന്യ എന്ന് പറയുന്ന ലേഡി. ഇവരുടെ കുടുംബമാണിത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ, when your goal entered your emotional brain, ഇതുപോലെ ഏതുപോലെ നമ്മുടെ കയ്യിലെ വിരലുകൾ ഇപ്പോൾ വലുതായതുപോലെ അവിടെ ലോജിക്ക് ഇല്ല. ഒരാളെ കണ്ണ് തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കണ്ണ് തുറക്കാൻ അവർക്ക് പറ്റില്ല, കണ്ണ് പറ്റി പിടിച്ചിരിക്കും, അവിടെ ലോജിക്ക് ഇല്ല. എന്നതുപോലെ ഒരു വ്യക്തി ഗോൾ സെറ്റ് ചെയ്ത് അത് അവരുടെ ഇമോഷണൽ ബ്രെയിനിലെങ്ങാനും എൻറോൾ ആയി കഴിഞ്ഞാൽ അവിടെ നോ ലോജിക്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഓൾ സർക്കംസ്റ്റാൻസസ് വിൽ അലൈവ്, എല്ലാ സാഹചര്യങ്ങളും വരും. താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇത് നല്ല കാര്യമാണെങ്കിലും ചീത്ത കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പൊ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 4-5 വർഷങ്ങൾ, 5 അല്ല അതിനും അപ്പുറമായി ഉണ്ടാവും, വർഷങ്ങൾക്ക് മുമ്പ് എന്റെ നാടിന്റെ അടുത്ത് നാടിനെ നടുക്കിയ ഒരു കൊലപാതകം നടന്നു. അതായത് സംഭവം ഞാൻ ചോദിക്കുകയാണെങ്കിൽ, ഒരു ചങ്ങാതി സ്വന്തം ഭാര്യയെയും മക്കളെയും ഒക്കെ ഒരു അർദ്ധരാത്രി ഷോപ്പിംഗ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് വെള്ളക്കെട്ടിലിട്ട് കൊന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഒത്തിരി സംഭവം ഉണ്ട്, അതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഇത് സംഭവിച്ചത് എങ്ങനെ തന്നെയാണ്, നിരന്തരമായിട്ട് ഇത് ചെയ്യണം 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 അങ്ങനെ പറഞ്ഞ് അപ്പോഴാണ് ഈ ഒരു പവർ ആൾക്ക് കിട്ടുന്നത്. അതല്ലാതെ ചെയ്യാൻ കഴിയില്ല ഇത്. അപ്പൊ തിന്മ ചെയ്യുന്നതും ഇതേ സംഭവം തന്നെ, നന്മ ചെയ്യുന്നതും ഇതേ സംഭവം തന്നെ. അപ്പോൾ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ഗോൾ കൃത്യമായി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എഴുതി കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇമോഷണൽ ബ്രെയിനിലോട്ട് അത് എത്തിക്കഴിഞ്ഞാൽ, നമ്മുടെ ശ്രീധന്യയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും ആ സംഭവം വരും, ഒരു സംശയമില്ല. ഞാൻ ചെറിയൊരു കോഴ്സ് പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ട 1-2 സ്ലൈഡും പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാം. ഇത്തിരി സമയം വൈകിട്ടുണ്ട്, എങ്കിലും സ്റ്റോപ്പ് ചെയ്യാം. 2500 വർഷങ്ങൾക്ക് മുമ്പ് പതഞ്ജലി മഹർഷി പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ക്ലാസ് കേട്ടിട്ടും നിങ്ങൾക്ക് ഒരു ഗോൾ ചാർട്ട് ഉണ്ടാക്കുവാൻ, ഗോൾ സെറ്റിംഗ് ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലെങ്കിൽ അതിന്റെ കുറ്റക്കാരൻ നിങ്ങളാണ് എന്നതിന് ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം. ആറ് റെഡി? ഈ ഒരു സെഷൻ കേട്ടിട്ടും സ്വന്തമായിട്ട് എനിക്കൊരു ഗോൾ സെറ്റിംഗ് ഉണ്ടാക്കണം, ഗോൾ ചാർട്ട് ഉണ്ടാക്കണം, എനിക്ക് അതിനു വേണ്ടി കുറച്ച് സമയം ഇരിക്കണം എന്ന് തോന്നിയിട്ടില്ലെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം നിങ്ങളാണ്. അതുകൊണ്ട് ആർ യു റെഡി ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി? ടൈപ്പ് യെസ് ഓർ നോ. ഒന്ന് ടൈപ്പ് ചെയ്തേ. ഇതൊക്കെ കേട്ടിട്ട് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള, എന്താ പറയാ, ഇതിനപ്പുറം ഇനി എന്താ കേൾക്കേണ്ടത്? അത്രയും ശക്തമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പതഞ്ജലി മഹർഷി പറയുന്നത് നോക്കൂ നിങ്ങൾ, when you are inspired by some great purpose, ഒരു വലിയ ലക്ഷ്യത്തിലോട് നിങ്ങൾ സ്വാധീനിക്കപ്പെട്ടാൽ, ഇൻസ്പയർ ചെയ്യപ്പെട്ടാൽ, അസാധാരണമായ, സാധാരണമല്ല അസാധാരണമായിട്ടുള്ള ഒരു പ്രൊജക്ട് നിങ്ങളുടെ ഉള്ളിലോട് കയറി കഴിഞ്ഞാൽ, all your thoughts break their bonds, നിങ്ങളുടെ ചിന്തകളുടെ പാലം പൊട്ടും. your mind transcends limitations, എല്ലാ പരിധിയും നിങ്ങളുടെ മനസ്സ് തന്നെ സ്വയം മറിച്ചു കിടക്കും. മനസ്സിലായില്ലേ? your consciousness expand in every direction, നിങ്ങളുടെ ബോധം എല്ലാ തലത്തിലോട്ടും തിരിയും. ഇതുവരെ കാണാത്തത് കാണും, കേൾക്കാത്തത് കാണും. ഗ്രേറ്റ് ആൻഡ് വണ്ടർഫുൾ വേൾഡ്, നിങ്ങൾ ഒരു പുതിയ ലോകത്തിലേക്ക് സ്വയം പ്രവേശിക്കും. അതിന്റെ കണ്ടീഷൻ എന്താണ്? ഒരു അസാധാരണമായ ഒരു പദ്ധതി, ഗോളുകൾ നിങ്ങളുടെ ഉള്ളിൽ കയറണം. അപ്പൊ അവിടെ സംഭവിക്കുന്ന ഡോമൻ ഫോഴ്സസ് ആൻഡ് ഫെസിലിറ്റീസ് ആൻഡ് ടാലന്റ്സ്, ഉറങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ ഉള്ളിലെ ശക്തി, നിങ്ങളുടെ ഉള്ളിലെ കഴിവ്, നിങ്ങളുടെ ടാലന്റ്, അതൊക്കെ പുറത്തോട്ട് വരും. മനസ്സിലായില്ലേ? and you discover yourself to be a grateful person by far than you എന്താ പറയാ, you ever dreamed your life to be. ജീവിതത്തിൽ ഇന്ന് വരെ നിങ്ങൾ സ്വപ്നം കാണുക പോലും ചെയ്യാത്ത അത്രയും വലിയ ഉയരത്തിൽ എത്തിയ ഒരാളായി നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണുവാൻ സാധിക്കും. അതിനൊക്കെ കണ്ടീഷൻ എന്താണ്? യു ഷുഡ് ഡു എ ഗോൾ. ഉള്ളിൽ ഒരു ഗോൾ സെറ്റ് ചെയ്തേ പറ്റൂ. മുഹമ്മദ് ഷിഹാബ് IAS എന്ന് പറയുന്ന നമ്മുടെ നാട്ടുകാരനായ, എന്റെ നാട്ടുകാരനായ ഒരു ചെറുപ്പക്കാരനാണ്. എന്റെ വെബ്സൈറ്റിൽ www.gkkarim.com എന്ന് പറയുന്ന എന്റെ വെബ്സൈറ്റിൽ ഇദ്ദേഹം ഒരു എന്താ പറയാ, എനിക്ക് ആശംസ അറിയിച്ചുകൊണ്ട് ഒരു ഏതാനും വരികൾ അദ്ദേഹത്തിന്റെ ഇപ്പോഴും കാണാം. മുഹമ്മദ് ഷിഹാബ് എന്ന് പറയും. അദ്ദേഹം മുക്കം ഓർഫനേജിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി, അനാഥാലയത്തിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. ചെറിയ പ്രായത്തിൽ കടുത്ത ദാരിദ്ര്യം കൊണ്ട്
അദ്ദേഹത്തിന്റെ ഒത്തിരി കഥകൾ അറിയാം. ഇറച്ചി കഴിക്കാനുള്ള താല്പര്യം കൊണ്ട് പിതാവിന്റെ കൂടെ ഇറച്ചി വാങ്ങാൻ വേണ്ടി പോയി. ഫാദറിന്റെ കയ്യിൽ ഇറച്ചി വാങ്ങാൻ ക്യാഷ് ഇല്ല. അങ്ങനെ വഴിയിൽ കൊണ്ടുപോയിട്ട് ആ ഒരു കഥകളൊക്കെ അത് ലഭിക്കാത്ത കഥകളൊക്കെ അദ്ദേഹം ഒത്തിരി പറഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ ഓർക്കുകയാണ്. ഈ മനുഷ്യൻ, ഇദ്ദേഹത്തിന് സിവിൽ സർവീസ് കിട്ടി. നമുക്ക് എല്ലാവർക്കും അറിയാം, നാഗാലാൻഡിലെ ജില്ലാ കളക്ടറായിട്ട്, നാഗാലാൻഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്സിലെ ഒരു ഡിസ്ട്രിക്റ്റില് ഒരു കളക്ടറായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് ഇമോഷണൽ ബ്രെയിന് കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് വർക്ക് ചെയ്യും. അതായത് നോ പ്ലാനിങ്, നിങ്ങൾക്ക് ഒരു ഗോൾ ഇല്ല എങ്കിൽ, നോ പ്ലാനിങ് ഓർ നോ ഗോൾ, അതാണ് നിങ്ങളെങ്കിൽ. ഗോൾ ഇല്ല എങ്കിൽ, പ്ലാൻ ഇല്ല എങ്കിൽ, ഇറ്റ് ഈസ് സെയിം ടു പ്ലാൻ ടു ഫെയിൽ. ഇത് പരാജയപ്പെടാൻ നിങ്ങൾ പ്ലാൻ ചെയ്തതിന് തുല്യമാണ്. ഇനിയും ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് റെഡി ആയിട്ടില്ല എങ്കിൽ, മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു കാര്യം കൂടി പറയുന്നു. 95% ആളുകൾ, ലോകത്തിൽ 95% ആളുകളും ഒരു ഗോളും സെറ്റ് ചെയ്യാത്തവരാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്താൽ നിങ്ങൾ എന്ത് സംഭവിക്കും? ലോകത്ത് വിജയിച്ച 5% ആൾക്കാരുടെ കൂട്ടത്തിൽ നിങ്ങളാവും. ആ 5% ആൾക്കാർ, ഗോൾ സെറ്റ് ചെയ്ത് വിജയിച്ച 5% ആളുകൾ എന്ന് പറഞ്ഞാൽ, ആ ആളുകൾ അവരുടെ സമൂഹത്തിലും കുടുംബത്തിലുമെല്ലാം അതിശക്തമായിട്ടുള്ള ഒരു പ്രകാശമാടമായിരിക്കും, വിളക്കായിരിക്കും. സോ യു വിൽ ബി an enlightened to family and society. നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ സമൂഹത്തിനും നിങ്ങളൊരു വെളിച്ചമായിട്ട് മാറും. യു വിൽ നോ, മാത്രമല്ല നിങ്ങൾ തിരിച്ചറിയും, ഈ കാര്യം കൃത്യമായി ചെയ്താൽ നിങ്ങൾ സ്വയം തിരിച്ചറിയും, എന്താണ് ലൈഫിൽ നേടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല, പരിധിയില്ല ഒന്നിനും നിങ്ങൾ തിരിച്ചറിയും. യു ക്യാൻ ലീഡ് എ പീസ്ഫുൾ, ഹാപ്പി ആൻഡ് റിച്ച്നെസ് ലൈഫ്. ലൈഫിൽ ഹാപ്പി ആയിട്ടുള്ള, സന്തോഷം നിറഞ്ഞ, റിച്ച് ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് നയിക്കുവാൻ സാധിക്കും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ സെഷൻ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് സൃഷ്ടിച്ചു തരിക എന്നതാണ് ഇന്നത്തെ എൻ്റെ സെഷന്റെ താല്പര്യം. സോ ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. എത്ര ആളുകൾ നാളെ വരുമ്പോ, നാളെ ഇതേ സമയത്ത് 8 മണിക്ക് വരുമ്പോ കൃത്യമായിട്ട് ഗോൾ സെറ്റ് ചെയ്യുവാൻ, നിങ്ങളുടെ ഗോളുകളും അതുപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയുക ലക്ഷ്യങ്ങളുമായിട്ട് നാളെ 8 മണിക്ക് വരിക. നമുക്ക് പഠിക്കാം എങ്ങനെ നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാം എന്നത്. സോ ആർ യു റെഡി ടു ഡു, മൈ ഡിയർ ഫ്രണ്ട്സ്? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. Please type yes or no. Please type yes or no. Okay. Type. എല്ലാവരും ടൈപ്പ് ചെയ്ത്, ഒത്തിരി ആൾക്കാരുണ്ട് ഇതിൽ. പ്ലീസ് ടൈപ്പ്. ഇതെല്ലാം കേട്ടിട്ടും നിങ്ങൾക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, പ്ലീസ് ടൈപ്പ്. പ്ലീസ് ടൈപ്പ്. ഓക്കെ, ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ ചെറിയ യെസ്, വെരി ഗുഡ്. ഇന്നത്തെ സെഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിക്കാം. എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യുന്ന ഒരു മനോഭാവത്തിലൂടെ നിങ്ങൾ എത്തിക്കാം എന്ന ഒരു ശ്രമമാണ് ഇന്ന് ഞാൻ നടത്തിയത്. എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ചെറിയ കുഞ്ഞു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്, ജസ്റ്റ് എല്ലാവരും ഒന്ന് കാണുക. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തൊരു പ്രോപ്പർ ലൈഫ് നയിച്ചാലും അതില്ലാതെ വെറുതെ നയിച്ചാലും ഉള്ള വ്യത്യാസം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ചെറിയ കുഞ്ഞു വീഡിയോ. കൃത്യമായ ഗോൾ വേണോ? നിങ്ങൾ നല്ല ഗോൾ സെറ്റ് ചെയ്താൽ ഇടത്തും വലത്തും കാണാം. നല്ല രൂപത്തിൽ മുന്നോട്ട് പോവാണെങ്കിൽ ഈ പ്രായമാകുന്ന സമയത്ത് ഇങ്ങനെ കണ്ടില്ലേ, ഷൂ ഇട്ട് എക്സസൈസ് ചെയ്യാൻ വേണ്ടി ഓടുകയാണ്. ഇപ്പുറം കണ്ടില്ലേ നിങ്ങൾ, ഒരു ഗോളും ഇല്ല, ലൈഫിൽ ഒരു വിഷനും ഇല്ല. ഈ പ്രായമാകുമ്പോൾ ആശുപത്രി കിടക്കേണ്ടി വരും. What will your last 10 years look like? Will you be quick enough for a game of tag with your grandchild? Strong enough to embrace every moment?
will you grow old with vitality? ഗോൾ സെറ്റ് ചെയ്ത ആള്, കൃത്യമായി ജീവിച്ച ആള്, അയാൾ ടൈ ആണ് കിട്ടുന്നത്. ഇപ്പുറത്തെ ഗ്ലൂക്കോസിന്റെ മരുന്നിന്റെ Or get old with disease? ഒരാൾ ടൈ കെട്ടുമ്പോൾ ഒരാള് ഗ്ലൂക്കോസിന്റെ പൈപ്പാണ് ഉയർത്തിക്കൊണ്ട്. കുട്ടികളെ കൂടെ അടിച്ചുപൊളി ജീവിക്കുന്നു. അതാണ് ഗോൾ സെറ്റ് ചെയ്ത് ലൈഫിന് കൃത്യമായി മുന്നോട്ട് പോയ ഒരാൾ. ഇപ്പുറത്തെ ഒരാൾ കണ്ടില്ലേ നിങ്ങൾ, ഇതേ ആള് തന്നെയാണ്. അയാള് ഹോസ്പിറ്റൽ കിടക്കയിൽ അദ്ദേഹത്തിന്റെ It's time to decide. The average Canadian will spend their last 10 years in sickness. സോ ഇനിയും നിങ്ങൾക്ക് ഗോൾ സെറ്റ് ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ തന്നെയാണ് അതിന് ഉത്തരവാദി. നമുക്ക് നാളെ കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എനി ഡൗട്ട്സ് പ്ലീസ് കം ടു മൈ പോയിന്റ്. വാട്ട് യു ഫീൽ വെൻ യു ഹിയർ ദിസ് ക്ലാസ് ടുഡേ സെഷൻ? ഹലോ, ഡൗട്ട്സ് വല്ലതും ഉണ്ടോ? കേൾക്കാമോ മൈ ഡിയർ ഫ്രണ്ട്സ്? കേൾക്കാം സാറേ. എല്ലാവരും പുതിയ ആൾക്കാരായോണ്ടൊന്നും സംശയം ചോദിക്കാത്ത. ഓക്കെ, കേൾക്കാം സാറേ. ആർക്കും ഡൗട്ട്സ് ഉണ്ടോ? എനി ഡൗട്ട്സ്? കുട്ടികൾക്ക് ചോദിക്കാം. കുട്ടികൾക്ക് ചോദിക്കാം. ഹാപ്പി ആണോ? ഇന്നത്തെ സെഷൻ മനസ്സിലായോ? യെസ് ഓർ നോ? ക്ലിയർ ആണോ? Yes. ഓക്കെ, ഡൗട്ട്സ് ഒന്നുമില്ല? No, sir. ശരി, അങ്ങനെ ഡൗട്ട്സ് ഉണ്ടോ? ഹലോ സർ. പറഞ്ഞോളൂ. സർ, അത് നമ്മൾ ചെറിയ കുട്ടികളിലെ ഈ ഗോൾ സെറ്റിംഗ്സ് എങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുക? നാളെ പറഞ്ഞത്, നാളെയാണ് എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യുന്ന നാളെ പറഞ്ഞത്. ഇപ്പോൾ കാണിച്ച വീഡിയോ ഗ്രൂപ്പിൽ ഒന്ന് അയക്കണേ, നോക്കാം നമുക്ക് കേട്ടോ. അത് ലാപ്ടോപ്പിലാണ്. ലാപ്ടോപ്പിൽ ഇതിലൂടെ കയറ്റാൻ ഇച്ചിരി പണിയായിരിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. ശരി, നോക്കാം ഗ്രൂപ്പിൽ അയക്കണമെന്നാണ് പറയുന്നത്. നോക്കാം. ശരി, അതുപോലെ തന്നെ ഈ ഇമോഷണൽ ബ്രെയിനിനെ കൃത്യമായ പരിധിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് മെഡിറ്റേഷൻ. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഹാപ്പി പാർക്ക് സൗജന്യമായിട്ട് മെഡിറ്റേഷൻ ക്ലബ് എന്ന് പറയുന്ന പേരിലൊരു സംവിധാനമുണ്ട്. അപ്പൊ അതിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നാളെ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കണം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേൽക്കണം. അപ്പൊ ഒരു 5:30-6 മണിന് മുമ്പ് എഴുന്നേൽക്കണം. എഴുന്നേൽക്കുന്നതിന് ശേഷം ഒരു 6 മണിക്ക് അതിന്റെ ലിങ്ക് ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും ആ മെഡിറ്റേഷനിൽ പങ്കെടുക്കുക. കൃത്യമായി നമ്മുടെ ഇമോഷണൽ ബ്രെയിനിനെ സ്വാധീനിക്കുവാൻ സാധിക്കുന്ന പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. സോ സർ, അതിന് ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കൂ. ഓക്കെ, പദ്ധതി സർ, ക്യാൻ യു ഹിയർ? കേൾക്കാമോ? ഗ്രൂപ്പിൽ അയക്കാം. ഗ്രൂപ്പിൽ അയച്ചു. ഓക്കെ, ശരി. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നാളെ 8 മണിക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി. ഓക്കെ, താങ്ക് യു.